വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും രണ്ട് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു. തീരുവ വിഷയത്തിൽ യു.എസ്. അധികൃതർ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഇതോടെ തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് യു.എസ്. 50% തീരുവ ഏർപ്പെടുത്തിയത്. യുക്രൈനുമായി യുദ്ധം ചെയ്യാൻ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ് ഈ പണമാണെന്നാണ് ട്രംപിന്റെ വാദം. പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ യു.എസ്. ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഇന്ത്യ ഒന്നാമതായിരുന്നു. ബ്രസീലിനും 50% തീരുവയാണ് ചുമത്തുന്നത്. ആദ്യം പ്രഖ്യാപിച്ച അധിക തീരുവ ഓഗസ്റ്റ് 7-നും പിന്നീട് പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 27-നുമാണ് നിലവിൽ വന്നത്. അധിക തീരുവ ചുമത്താനുള്ള യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു. നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയുമാണ്. അതുകൊണ്ടുതന്നെ യു.എസ്. നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭത്തിനിടെ മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാർ തീപിടിച്ച വീട്ടിൽ കുടുങ്ങി വെന്തുമരിച്ചു. ധനകാര്യമന്ത്രി ബിഷ്ണു പൗഡലിനെ ജനക്കൂട്ടം തെരുവിൽ ആക്രമിച്ചു. നേപ്പാളി കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷർബഹാദുർ ദുബെയുടെ വീട് ആക്രമിച്ച പ്രക്ഷോഭകാരികൾ അദ്ദേഹത്തിന്റെ ഭാര്യയും വിദേശകാര്യമന്ത്രിയുമായ അർസൂ റാണലി കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നു. രക്തമൊലിക്കുന്ന മുഖവുമായി ദുബെ നിൽക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇവരുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളും തീയിട്ടു. സമൂഹമാധ്യമ നിരോധനത്തിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭം രൂക്ഷമായതോടെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് നേപ്പാൾ. പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി ഇന്നലെ രാജിവെച്ചു. പ്രക്ഷോഭകർ പാർലമെന്റിനും സുപ്രീം കോടതിക്കും പ്രസിഡന്റിന്റെ ഓഫീസിനും തീയിട്ടു. പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവരുടേതടക്കം ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾക്കും സ്ഥാപനങ്ങൾക്കും തീയിട്ടു. കഠ്മണ്ഡു വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. സുരക്ഷാ ചുമതല സൈന്യം ഏറ്റെടുത്തു. പ്രക്ഷോഭകരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു. പോലീസ് നടപടിയിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. സമൂഹമാധ്യമ നിരോധനം സർക്കാർ പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭം അഴിമതിക്കെതിരായ പോരാട്ടമായി മാറുകയായിരുന്നു. ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലായിൽ ജൈനമ്മയെ കാണാതായ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പള്ളിപ്പുറം ചൊങ്ങുന്തറ സി.എം. സെബാസ്റ്റ്യനെതിരെ ചില ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA ഫലം കൂടി ലഭിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു മുൻ തീരുമാനം. എന്നാൽ അസ്ഥികൾ ജീർണിച്ച നിലയിലായതിനാൽ ഫലം ലഭിക്കാൻ ഇനിയും വൈകും. അതിനിടെയാണ് സെബാസ്റ്റ്യനെതിരെ ചില തെളിവുകൾ കൂടി ലഭിച്ചത്. ഇനി DNA ഫലം വരെ കാക്കേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. സെബാസ്റ്റ്യനെ പരിചയമുള്ളവരുടെയും ചില നാട്ടുകാരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. 14 ദിവസം കസ്റ്റഡി ലഭിച്ച സെബാസ്റ്റ്യനെ 120 മണിക്കൂറോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ ഒന്നും വിട്ടുപറഞ്ഞില്ല. ജയമ്മയ്ക്ക് എന്തു പറ്റിയെന്നറിയില്ല എന്നായിരുന്നു മൊഴി. എന്നാൽ ഇയാളുടെ വീട്ടിന്റെ സ്വീകരണ മുറിയിൽ കാണപ്പെട്ട രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് DNA പരിശോധനാ ഫലം വന്നിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ സെബാസ്റ്റ്യനെ ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് ഈ ഫലം ലഭിച്ചത്. കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ 52, വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ 57 എന്നിവരെ കാണാതായ സംഭവങ്ങളിലും സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്തായ. ഒരു വർഷം ചരിത്രത്തിൽ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നതിനേക്കാൾ വലിയ വിൽപ്പനയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആപ്പിൾ നടത്തിയിരിക്കുന്നതെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മാത്രം $9 ബില്യൺ, ഏകദേശം 8,000 കോടിയോളമാണ് ആപ്പിളിന് രാജ്യത്തുനിന്ന് മാത്രം വിറ്റുവരവ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് $8 ബില്യൺ ആയിരുന്നു. ഈ കഴിഞ്ഞ വർഷം കിട്ടിയ വരുമാനത്തിലേറെയും ഐഫോൺ വിൽപ്പന വഴിയാണ് നേടിയിരിക്കുന്നതെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ കഴിഞ്ഞ വർഷത്തെ സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ 7% ആപ്പിളാണ് നടത്തിയിരിക്കുന്നത്. അതും റെക്കോർഡാണ്. മാർച്ച് 2024 ആരംഭിച്ച 12 മാസത്തിനിടയിൽ ആപ്പിളിന്റെ വരുമാനം 13% കുതിച്ചുയർന്നു. ഇതിന്റെ അർത്ഥം ഐഫോണുകൾക്ക് ഇന്ത്യയിൽ ആവശ്യക്കാർ കൂടുകയാണെന്നതാണ്. ഇത് തിരിച്ചറിഞ്ഞ് ആപ്പിൾ കൂടുതൽ റീറ്റെയിൽ സ്റ്റോറുകൾ രാജ്യത്ത് ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു.
വരും വർഷങ്ങളിൽ ആപ്പിളിന് ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ള മാർക്കറ്റുകളിലൊന്നായി ഇന്ത്യ മാറുന്നതാണ് ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ആപ്പിളിന്റെ ഐഫോൺ വിൽപ്പന വളർച്ച മുറ്റിക്കഴിഞ്ഞു. വളർച്ച കണ്ടുവന്ന മാർക്കറ്റുകളിലൊന്നായ ചൈനയിൽ ഷവോമി പോലത്തെ തദ്ദേശ കമ്പനികളിൽ നിന്ന് കനത്ത മത്സരത്തിൽ ആപ്പിളിന് വാർഷിക മാർക്കറ്റ് വിഹിതം കുറഞ്ഞു. അതേസമയം ജൂണിൽ അവസാനിച്ച പാദത്തിൽ കമ്പനിക്ക് 4.4% വരുമാനം വർദ്ധിച്ചിട്ടുണ്ടെന്നും 2 വർഷത്തിനിടയിൽ ആദ്യമായിട്ടിത് സംഭവിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ട് തുടർന്ന് പറയുന്നു. അതേസമയം ഇന്ത്യയിൽ തുടർച്ചയായി കമ്പനിയുടെ വരുമാനം പ്രതിവർഷം 1.5 മടങ്ങാണ് കഴിഞ്ഞ 3 വർഷവും വളർച്ച കാണിച്ചിരിക്കുന്നത്. ഇതാകട്ടെ ആപ്പിൾ ഉപകരണങ്ങളുടെ ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രമാകാൻ ഇന്ത്യ സജ്ജമായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ്. ഇപ്പോൾ ലോകമെമ്പാടുമായി ആപ്പിൾ വിൽക്കുന്ന 5 ഫോണിൽ 1 ഇന്ത്യയിൽ നിർമ്മിച്ചത്. അടുത്തിടെ തമിഴ്നാട്ടിലും കർണാടകത്തിലും പുതുതായി തുടങ്ങിയ ഫാക്ടറികളിലടക്കം രാജ്യത്ത് 5 നിർമ്മാണശാലകളിലായി ഉപകരണ നിർമ്മാണം വർദ്ധിപ്പിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. ഇവിടങ്ങളിലായി ഐഫോൺ 17 സീരീസിലെ എല്ലാ മോഡലുകളും നിർമ്മിക്കുമെന്നും കരുതപ്പെടുന്നു. ഇന്ത്യയിലെ റീറ്റെയിൽ വിൽപ്പന തന്ത്രങ്ങൾ മിനുക്കിയെടുക്കാനും ആപ്പിൾ ശ്രമിക്കുകയാണ്. ബംഗളൂരിലും പൂനെയിലുമായി കഴിഞ്ഞയാഴ്ച 2 പുതിയ സ്റ്റോറുകൾ കമ്പനി തുറന്നു. പല ഇന്ത്യൻ കസ്റ്റമറും ആദ്യമായിരിക്കും ആപ്പിൾ ഉപകരണങ്ങൾ വാങ്ങുന്നതെന്നതിനാൽ അവർക്ക് വിശദമായി തന്നെ അവ അടുത്തെറിഞ്ഞ് വാങ്ങാനുള്ള അവസരമൊരുക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് ആപ്പിളിന്റെ വൈസ് പ്രസിഡന്റ് വെൻഡി ബെക്മാൻ പറഞ്ഞു. സ്റ്റോറിലെത്തുന്ന കസ്റ്റമർക്ക് അവിടെ കമ്പനി നിയോഗിച്ചിരിക്കുന്ന ജോലിക്കാർക്കൊപ്പം തന്നെ ഉപകരണങ്ങളിലെ ഫീച്ചറുകൾ അടുത്തറിഞ്ഞു വാങ്ങാൻ സാധിക്കുമെന്നും വെൻഡി പറഞ്ഞു. ആപ്പിൾ ആദ്യ ഓൺലൈൻ സ്റ്റോർ ഇന്ത്യയിൽ തുറന്നത് 2020-ലാണ്. തദ്ദേശമായി നിർമ്മിച്ച ഉപകരണങ്ങൾ വിൽക്കണമെന്ന് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നത് കൂടെ പാലിച്ചാണ് ഇത് ചെയ്തത്. 2023-ൽ ആപ്പിൾ മേധാവി ടീം കുക്ക് നേരിട്ടെത്തിയാണ് മുംബൈയിലും പിന്നീട് ന്യൂഡൽഹിയിലും 2 ആപ്പിൾ ഷോറൂമുകൾ തുറന്നത്. ഇനി പുതിയൊരു സ്റ്റോർ നോയിഡയിലും രണ്ടാമതൊരെണ്ണം മുംബൈയിലും അടുത്ത വർഷം ആരംഭിക്കാനുള്ള ശ്രമവും ആപ്പിൾ ആരംഭിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ന് ആപ്പിൾ വിളിച്ചു ചേർത്തിരിക്കുന്ന ഓ ഡ്രോപ്പിംഗ് ചടങ്ങിൽ ആപ്പിൾ വാച്ച് SE3 പുറത്തിറക്കിയാൽ അത്ഭുതപ്പെടേണ്ട എന്ന് മാക് റൂമേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ആപ്പിൾ വാച്ച് സീരീസ് 11 തങ്ങളുടെ S9, S10 ചിപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോസസർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമെന്ന് പറയുന്നു. SE3-യിലും അതേ പ്രോസസർ തന്നെ ഉപയോഗിക്കുമെന്നാണ് സൂചന. ആപ്പിളിന്റെ M5 കമ്പ്യൂട്ടർ ചിപ്പിനെ അടിസ്ഥാനമാക്കി ഏതാനും ഐപാഡുകളും ആപ്പിൾ നിർമ്മിച്ചുവരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഇവയെല്ലാം സെപ്റ്റംബർ 9-ന് നടക്കുന്ന ചടങ്ങിൽ പുറത്തിറക്കുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ലെന്നും പറയുന്നു. ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് നാറ്റോ അംഗമായ പോളണ്ടിനെ റഷ്യ ആക്രമിച്ചുവെന്ന് US ജനപ്രതിനിധി സഭാംഗം ജോൺ വിൽസൺ ആരോപിച്ചു. യുദ്ധപ്രവൃത്തിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതായി യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി പോളണ്ട് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പോളണ്ട് പ്രസിഡന്റ് നവ്രോക്കിയും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പോളണ്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനിടെ യുക്രൈനിലെ പെൻഷൻ വിതരണ കേന്ദ്രത്തിൽ റഷ്യൻ മിസൈൽ പതിച്ച് 23 പേർക്ക് ദാരുണമന്ത്യം, 18 പേർക്ക് പരിക്കേറ്റു. കിഴക്കൻ യുക്രൈനിലെ യാരോവയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്താണ് മിസൈൽ ആക്രമണം. നിരപരാധികളായ സാധാരണക്കാരെയാണ് റഷ്യ കൂട്ടക്കുരുതി ചെയ്തതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കി ആരോപിച്ചു. മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതിന്റെ ചിത്രം സെലൻസ്കി സമൂഹമാധ്യമത്തിലൂടെ പുറത്തുവിട്ടു. റഷ്യ നടത്തുന്ന ക്രൂരതയെപ്പറ്റി ലോകം നിശബ്ദത പാലിക്കരുതെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. US-ഉം യൂറോപ്പും ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല. കഠ്മണ്ഡുവാണതും വീണതും യുവജന പ്രക്ഷോഭത്തിലെന്ന ചരിത്ര കൗതുകം ശേഷിപ്പിച്ചാണ് KP ശർമ്മ ഒലി നേപ്പാൾ പ്രധാനമന്ത്രി പദമൊഴിയുന്നത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തീപ്പൊരി നേതാവായി നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രം സ്വന്തം ജീവചരിത്രം തന്നെയാക്കിയ ഒലിയുടെ ഇത്തരത്തിലൊരു പടിയിറക്കം കാലമൊരുക്കിയ വിരോധാഭാസവും കൂടിയായി മാറുകയാണ്. രാജഭരണത്തിന് കീഴിൽ ഏകാധിപത്യത്തിന്റെ മറ്റൊരു രൂപമായിരുന്ന പഞ്ചായത്ത് സംവിധാനത്തിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് 1966-ൽ ഒലി രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. 1970-ൽ 18-ാം വയസ്സിൽ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. പാർട്ടി അംഗത്വം എടുത്ത പിന്നാലെ ഒളിവിൽ പോയ ഒലി അതേ വർഷം തന്നെ അറസ്റ്റിലായി. 1971-ൽ ചാപ്പ ജില്ലയിലെ ഭൂപ്രഭുക്കളുടെ തല കൊയ്തു തുടങ്ങിയ കലാപത്തിന്റെ നേതാവായി.
1973 മുതൽ 87 വരെ 14 വർഷം ജയിലിൽ കഴിഞ്ഞു. ധർമ്മപ്രസാദ് ധക്കാൽ എന്ന കർഷകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് 22-ാം വയസ്സിൽ ജയിലിലായത്. ജയിൽ മോചനത്തിന് പിന്നാലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി. ലുംബിനി മേഖലയുടെ മേൽനോട്ടം വഹിച്ച് 1990 വരെ ഈ പദവിയിൽ തുടർന്നു. 1990-ലെ ജനാധിപത്യ മുന്നേറ്റത്തിൽ പഞ്ചായത്താധിപത്യം കടപുഴകിയപ്പോൾ ഒലി നേപ്പാളിൽ ജനപ്രിയ നേതാവായി പേരെടുത്തു. പോലീസിനെതിരായ പരാതി എസ്.പിക്ക് കൈമാറി കടുത്തുരുത്തി. ക്ഷേത്രത്തിലുണ്ടായ വഴക്ക് പരിഹരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച കടുത്തുരുത്തി പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതി പോലീസ് ആസ്ഥാനത്തെ സ്പെഷ്യൽ സെൽ എസ്.പിക്ക് കൈമാറി. ഡിവൈഎഫ്ഐ ആയാംകുടി മേഖല വൈസ് പ്രസിഡന്റ് കപ്പിക്കാട് ഞാറക്കാട്ട് വീട്ടിൽ എൻ അഭിലാഷിന് 2024 ഓഗസ്റ്റ് 26-ന് മർദ്ദനമേഖലായാണ് പരാതി. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ വിവരങ്ങളും ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകിയതായും അഭിലാഷ് പറഞ്ഞു. ഉറപ്പിച്ച വിജയത്തിന് അപ്രതീക്ഷിത ഭൂരിപക്ഷം. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ നേട്ടം അതാണ്. രാധാകൃഷ്ണന് ലഭിച്ച 452 വോട്ടിൽ കുറേ വോട്ടുകൾ പ്രതിപക്ഷത്തു നിന്നും ചോർന്നതും. ഈ ചോർച്ച പ്രതിപക്ഷ ഐക്യം ശക്തമാകുന്നുവെന്ന് ആശങ്കപ്പെട്ടിരുന്ന BJPക്ക് സന്തോഷം നൽകുന്നു. രഹസ്യ ബാലറ്റിലൂടെയായിരുന്നു വോട്ടെടുപ്പ്. അതിനാൽ തന്നെ ഇന്ത്യ സഖ്യത്തിന് 324 വോട്ടെന്ന് നേരത്തെയുണ്ടായിരുന്ന കണക്കുകൾ വെച്ച് വോട്ട് ചോർച്ചയുടെ വലുപ്പം നിശ്ചയിച്ചാൽ ശരിയാവണമെന്നില്ല. എന്തായാലും 40% വോട്ടെങ്കിലും ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കുമെന്നും അതിനെ നേട്ടമായി വ്യാഖ്യാനിക്കാമെന്നുമാണ് ഇന്ത്യ മുന്നണി ആഗ്രഹിച്ചത്. വോട്ടെണ്ണം ആ പ്രതീക്ഷയുടെ അടുത്തെത്തി. 2022-ൽ ജഗ്ദീപ് ധൻകർ ജയിച്ചപ്പോൾ മാർഗരറ്റ് ആൽവയ്ക്ക് 26% വോട്ടാണ് ലഭിച്ചത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ജസ്റ്റിസ് റെഡ്ഡിയുടേത് മികച്ച പ്രകടനമാണെന്നും കോൺഗ്രസ് ആശ്വസിക്കുന്നു. ലോക്സഭയിൽ 2022-ലെ സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. പ്രതിപക്ഷ ചേരി പ്രകടിപ്പിച്ച ഐക്യവും പരിഗണിക്കണം. 2002-ൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് 454 വോട്ടോടെ ജയിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി സുശീൽ കുമാർ ഷിൻഡേക്ക് 305 വോട്ടാണ് 40.18% ലഭിച്ചത്. അതാണ് ഇതുവരെ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതിലെ വലിയ വോട്ടെണ്ണം. അത് മറികടക്കാമെന്ന പ്രതിപക്ഷ മോഹം നടന്നില്ല. രാധാകൃഷ്ണന്റെ പാർട്ടി അതീത ബന്ധങ്ങൾ പരിഗണിക്കുമ്പോൾ പാർട്ടിയും മുന്നണിയും മറികടന്നുള്ള വോട്ടുകൾ ലഭിച്ചെന്ന് പ്രതിപക്ഷത്തെ വിലയിരുത്തലുണ്ടാവാം. സ്ഥാനാർത്ഥികളുടെ മാതൃഭാഷ ഉൾപ്പെടെ വോട്ട് പിടുത്തത്തിൽ ഘടകമായ സ്ഥിതിക്ക് വോട്ടുകൾ ചോർന്ന വഴികളെക്കുറിച്ച് ഊഹങ്ങളും ഉണ്ടാവും. അപ്പോഴും NDA സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണയുടെ തെളിവായി വിജയത്തെ വ്യാഖ്യാനിക്കാനാവും BJP താൽപ്പര്യപ്പെടുക. ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വ്യാഖ്യാനത്തിന് പ്രാധാന്യമുണ്ട്. അകാലിദളിന്റെ ഏക ലോക്സഭാംഗവും പഞ്ചാബിൽ നിന്നുള്ള 2 സ്വതന്ത്രരും വോട്ടെടുപ്പിൽ വിട്ടുനിന്നത് പ്രളയദുരിതത്തിലായ സംസ്ഥാനത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ്. പ്രതിഷേധം കേന്ദ്രത്തോട് മാത്രമല്ല സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയോടുമുണ്ടെന്നതിനാൽ ആർക്കും വോട്ട് നൽകേണ്ടെന്ന് അവർ തീരുമാനിച്ചു. തെലങ്കാനയിലെ ഭാരത് രാഷ്ട്ര സമിതി കർഷകർക്ക് ന്യായമായ നിരക്കിൽ യൂറിയ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് വിട്ടുനിന്നു. ഒഡീഷയിലെ BJD 2 മുന്നണികളോടും സമദൂരം എന്നതാണ് വിട്ടുനിൽപ്പിന് പറഞ്ഞ കാരണം. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ച് BJP കഴിഞ്ഞ ഏതാനും വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷ നടപടികൾ എടുത്തത് തമിഴ്നാട്ടിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച, ലോക്സഭയിൽ ചെങ്കോൾ സ്ഥാപിക്കൽ തുടങ്ങിയവ അതിലുൾപ്പെടുന്നു. ഉപരാഷ്ട്രപതി പദവി ഉൾപ്പെടെ ചില പദവികളുടെ കാര്യത്തിൽ തമിഴ്നാട്ടിലെ ഗൗണ്ടർ വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ വ്യക്തം. അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന്റെ പദവി ഉൾപ്പെടെ പറഞ്ഞ് BJP വീണ്ടും നേട്ടത്തിന് ശ്രമിക്കും. രാധാകൃഷ്ണന്റെ സംഘപരിവാർ പശ്ചാത്തലവും സൗമ്യ സമീപനവും പരിഗണിക്കുമ്പോൾ ജഗ്ദീപ് ധൻകറിന്റെ രീതിയിൽ ഭരണപക്ഷ കൂറ് തെളിയിക്കേണ്ട ബാധ്യതയില്ല. അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷത്തോട് കാട്ടിയ അനുഭാവം മാറ്റി നിർത്തിയാൽ ഏറ്റുമുട്ടലും കാർക്കശ്യവുമായിരുന്നു ധൻകറിന്റെ ശൈലി. നിയമനിർമ്മാണങ്ങളുടെ സ്വഭാവം ഉൾപ്പെടെ പരിഗണിച്ചാൽ അത് സർക്കാരിന്റെ താൽപ്പര്യവുമായിരുന്നു. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിന്റെ നല്ല വാക്കുകൾ നേടിയ ഗവർണർക്ക് രാജ്യസഭാധ്യക്ഷനായി അതേ രീതിയിലുള്ള പ്രവർത്തനമെന്നത് വലിയ വെല്ലുവിളിയാവും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച CP രാധാകൃഷ്ണന് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ആശംസ നേർന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവരും നിയുക്ത ഉപരാഷ്ട്രപതിക്ക് ആശംസ അറിയിച്ചു.
പഞ്ചാബിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശനമുള്ളതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത്. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ 92 വീൽചെയറിലാണ് വോട്ട് ചെയ്യാനെത്തിയത്. പ്രഭാത ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇങ്ങനെയൊരു പതിവുണ്ട് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്. ആഹാരം രണ്ടായി പകുത്തെടുക്കും. പ്രാർത്ഥിച്ച ശേഷം അതുമായി പുറത്തിറങ്ങി ഒരു ഭാഗം പക്ഷികൾക്ക് കൊടുക്കും. ഇതിനു പിന്നിലെന്തെന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, സാധുജീവികൾ അശരണരാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും അഭയവും വാത്സല്യവും നൽകേണ്ടതും മനുഷ്യരുടെ കടമയാണ്. കാർക്കശ്യത്തിൽ പൊതിഞ്ഞ സൗമ്യനായ മനുഷ്യൻ. ഒറ്റ വാക്കിൽ രാധാകൃഷ്ണൻ ഇതായിരുന്നു. മൃദുഭാവവും ലാളിത്യശീലക്കാരനുമാണെങ്കിലും മനസ്സിൽ കുറിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല. 2020 മുതൽ 2022 വരെ കേരളത്തിന്റെ പ്രഭാരിയായിരുന്നപ്പോൾ നേതാക്കളോട് കടുപ്പിച്ചു പറഞ്ഞു, നിയമസഭയിലേക്ക് 1 സീറ്റല്ല 100 സീറ്റാണ് വേണ്ടത്. കൂടുതൽ പേരെ വിജയിപ്പിച്ച് അധികാരം പിടിക്കുക. അതിനായി രാവും പകലും പണിയെടുക്കുക. കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള മറ്റു പ്രഭാരികളിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തന കാലയളവിൽ ഭൂരിഭാഗം സമയവും ഇവിടെ തന്നെ ചെലവഴിച്ച ആളാണ് CP രാധാകൃഷ്ണൻ. 14 ജില്ലകളിലും സഞ്ചരിച്ച് താഴെത്തട്ട് മുതലുള്ള പാർട്ടി പ്രവർത്തകരെ കണ്ട് ചർച്ച നടത്തി. കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ക്രൈസ്തവ സഭകളെ BJPയോട് അടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ക്രൈസ്തവ സഭകളുമായി ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിച്ചിരുന്നു. 2016 മുതൽ 4 വർഷം കൊച്ചിയെ കയർ ബോർഡിന്റെ ചെയർമാനായി പ്രവർത്തിച്ച കാലത്ത് കയർ കയറ്റുമതി 2532 കോടി രൂപ എന്ന ഉയർന്ന നേട്ടത്തിലെത്തി. പ്രതിപക്ഷ പാർട്ടികളിലെ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളുമായി സൗഹൃദം സൂക്ഷിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അതിനു കഴിഞ്ഞില്ല. പക്ഷേ ആലപ്പുഴയിൽ നടന്ന VSന്റെ സംസ്കാരത്തിനെത്തി. മുൻ മുഖ്യമന്ത്രി ഉണ്ണച്ചാണ്ടിയുടെ പ്രവർത്തനശൈലിയോട് സവിശേഷ താൽപ്പര്യമുണ്ടായിരുന്നു. ഉണ്ണച്ചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയുടെ വീട്ടിലെത്തുകയും കബറിടം സന്ദർശിക്കുകയും ചെയ്തു. CPM നേതാവ് സുരേഷ് കുറുപ്പിന്റെ മകന്റെ വിവാഹ ചടങ്ങിനും എത്തി. 10 മണിക്കൂറിനുള്ളിൽ 21 പ്രസവ ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർക്കെതിരെ നടപടി. അണുനശീകരണ രോഗി സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചില്ലെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മൊറിഗാവ് ജില്ലയിലെ ATHG സിവിൽ ആശുപത്രിയിലാണ് സംഭവം. ഡോക്ടർ കാന്തേശ്വർ ബൊർദലോയി എന്ന മുതിർന്ന ഗൈനക്കോളജിസ്റ്റാണ് 10 മണിക്കൂറിനുള്ളിൽ 21 പ്രസവ ശസ്ത്രക്രിയകൾ നടത്തിയത്. സെപ്റ്റംബർ 5 ഉച്ചകഴിഞ്ഞ് 3:40 പിറ്റേന്ന് പുലർച്ചെ 1:50 ഇടയിലാണ് ഡോക്ടർ കാന്തേശ്വർ 21 പ്രസവ ശസ്ത്രക്രിയകൾ നടത്തിയത്. ഡോക്ടറുടെ പ്രവൃത്തി ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും അതിനാൽ തന്നെ ഓരോ കേസിനെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. ഡോക്ടർ കാന്തേശ്വർ നടത്തിയ ഓരോ സിസേറിയൻ പ്രസവത്തെക്കുറിച്ചും കേസ് തയ്യാറാക്കൽ, അണുവിമുക്തമാക്കൽ പ്രോട്ടോക്കോളുകൾ പാലിച്ചത് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ റിപ്പോർട്ടുകൾ നൽകാനാണ് നിർദ്ദേശം. ശസ്ത്രക്രിയക്കിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിന് പാലിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ വ്യക്തമാക്കാനും കത്തിൽ പറയുന്നു. അതേസമയം തന്റെ നടപടിയെ ന്യായീകരിച്ച ഡോക്ടർ കാന്തേശ്വർ ബൊർദലോയി കുറഞ്ഞ സമയത്തിനുള്ളിൽ 1-ലധികം ശസ്ത്രക്രിയകൾ നടത്താൻ തനിക്ക് കഴിവുണ്ടെന്ന് അവകാശപ്പെട്ടു. മുൻ തിരുവനന്തപുരം കളക്ടറും PRD ഡയറക്ടറുമായിരുന്ന വട്ടിയൂർക്കാവ് അറപ്പുറ ഗാർഡൻസ് സരസ്വതി വിദ്യാലയത്തിനു സമീപം പ്രണവത്തിൽ M. നന്ദകുമാർ 69 അന്തരിച്ചു. തലച്ചോറിലെ ശസ്ത്രക്രിയയെ തുടർന്ന് 4 മാസമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 7:30-ക്കായിരുന്നു അന്ത്യം. ഇംഗ്ലീഷ് പത്രത്തിൽ സബ് എഡിറ്റർ ട്രെയിനിയായിരുന്ന അദ്ദേഹം BDO പരീക്ഷയിൽ 3ാം റാങ്കോടെ വിജയിച്ചു. 1993 സ്ഥാനക്കയറ്റത്തിലൂടെയാണ് IAS ലഭിച്ചത്. കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ, കുടുംബശ്രീ ഡയറക്ടർ, സിവിൽ സപ്ലൈസ് ഡയറക്ടർ, സ്പോർട്സ് യുവജനകാര്യ ഡയറക്ടർ, സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ എന്നീ തസ്തികകളും വഹിച്ചു. മികച്ച പ്രസംഗകനും എഴുത്തുകാരനും ജ്യോതിഷ നിർദ്ദേശകനുമായിരുന്നു അദ്ദേഹം. സംഖ്യാശാസ്ത്രത്തിൽ പ്രത്യേക വൈദഗ്ധ്യം പുലർത്തിയിരുന്ന അദ്ദേഹം മിത്രൻ നമ്പൂതിരിപ്പാടിൽ എന്ന് മന്ത്രദീക്ഷ നേടിയ ശേഷം ഹസ്തരേഖാശാസ്ത്രത്തിലും പ്രാവീണ്യം നേടി. നെയ്മോളജി എന്ന പഠനശാഖയുടെ പ്രയോക്താവുമായിരുന്നു. ഭാര്യ NS ശ്രീലത, റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ, സഹകരണ വകുപ്പ്. മക്കൾ വിഷ്ണുനന്ദൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറി, കാനഡ. പാർവതി നന്ദൻ, കേരള ഗ്രാമീൺ ബാങ്ക്. മരുമകൻ കൃഷ്ണനുണ്ണി, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അടൂർ. ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചവരെ ജവഹർ നഗർ യൂണിവേഴ്സിറ്റി വിമൻസ് അസോസിയേഷൻ ഹാളിൽ പൊതുദർശനം. മൃതദേഹം പിന്നീട് വീട്ടിലെത്തിക്കും. സംസ്കാരം വൈകിട്ട് 5:30 തൈക്കാട് ശാന്തി കവാടത്തിൽ. ശസ്ത്രക്രിയയെ തുടർന്ന് മെയ്യിലാണ് നന്ദകുമാർ അബോധാവസ്ഥയിലായത്. ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി മകൾ വഞ്ചിയൂർ പോലീസിൽ പരാതി നൽകി. ന്യൂറോ സർജനെ പ്രതിയാക്കി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. നാനോ ടെക്നോളജിയിലൂടെ ക്യാൻസർ ചികിത്സയിൽ ശ്രദ്ധേയ കണ്ടുപിടുത്തങ്ങളുമായി മലയാളി ഗവേഷക.
ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫോട്ടോഡൈനാമിക് തെറാപ്പി കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നാനോ ഉപകരണം, അതിവേഗം ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സംവിധാനം എന്നിവയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ ജലധര ശോഭനൻ കണ്ടെത്തിയത്. കെമിക്കൽ സയൻസ് ജേർണലിന്റെ കവർ സ്റ്റോറിയായി ഈ പഠനം പ്രസിദ്ധീകരിച്ചു. ചികിത്സയുടെ ഫലം തത്സമയം നിരീക്ഷിക്കാൻ ഡോക്ടർമാരെ സഹായിക്കുന്ന സംവിധാനം നിലവിലുള്ളവയേക്കാൾ 270 മടങ്ങ് മെച്ചപ്പെട്ടതാണെന്ന് ജലധര പറയുന്നു. പേറ്റന്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. രക്തത്തിലെ അർബുദ കോശങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന ലിക്വിഡ് ബയോപ്സി പ്ലാറ്റ്ഫോമാണ് മറ്റൊരു കണ്ടുപിടുത്തം. ഈ പഠനത്തിന് ജാപ്പനീസ് ഫോട്ടോ കെമിസ്ട്രി അസോസിയേഷന്റെ കെമിസ്ട്രി പ്രസന്റേഷൻ പുരസ്കാരം ലഭിച്ചു. തിരുവനന്തപുരം കൊല്ലവിള്ള റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശോഭനൻ രവീന്ദ്രന്റെയും ബീനയുടെയും മകളായ ജലധര ഹ്യൂസ്റ്റണിലെ ബേലർ കോളേജ് ഓഫ് മെഡിസിനിൽ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ആണ്. CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരുമ്പോൾ ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് എല്ലാ സാധ്യതയും. നിലവിൽ സെക്രട്ടറി സ്ഥാനം ഉന്നമിട്ടുകൊണ്ടുള്ള പടനീക്കം പാർട്ടിയിലില്ല. എന്നാൽ പാർട്ടിയുടെ നിയന്ത്രണം കൈയാളാനുള്ള അണിയറ നീക്കങ്ങൾ ശക്തം. സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കൗൺസിലിൽ ആധിപത്യമുറപ്പിക്കാനാണ് ഈ കരുനീക്കങ്ങൾ. കൗൺസിലിൽ ബഹുമതി നേടിയാൽ പിന്നീട് നടക്കുന്ന നിർവാഹക സമിതിയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെയും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. പാർട്ടിയുടെ നിയന്ത്രണം ചൊൽപ്പടിയിലാകും. താൻ ഐക്യത്തിന്റെ പതാകവാഹകനാകുമെന്ന സൂചന ബിനോയ് പാർട്ടിക്ക് നൽകിക്കഴിഞ്ഞു. വിഭാഗീയതയുമായി ആലപ്പുഴയ്ക്ക് വണ്ടി കയറാൻ ഒരുങ്ങണ്ട എന്ന താക്കീതാണ് അദ്ദേഹം പാർട്ടി യോഗങ്ങളിൽ ആവർത്തിച്ചു നൽകുന്നത്. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ അനുകൂലിക്കുന്നവരുടെ പിന്തുണയോടെയാണ് സംസ്ഥാന സെക്രട്ടറി ആയതെങ്കിലും ശേഷം മറുവിഭാഗവുമായും അനുനയത്തിൽ പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ കാനം പക്ഷവും കാനം വിരുദ്ധ പക്ഷവും പഴയതുപോലെ പാർട്ടിക്കകത്ത് സജീവമാണ്. ബിനോയ്ക്കൊപ്പം നിൽക്കുന്ന ദേശീയ നിർവാഹക സമിതി അംഗം പി സന്തോഷ് കുമാർ, മന്ത്രിമാർ കെ രാജൻ, പി പ്രസാദ്, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ എന്നിവർ കാനം പക്ഷത്തിനു വേണ്ടിയും ദേശീയ നിർവാഹക സമിതി അംഗം KP പ്രകാശ് ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ, കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുപാൽ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ അപ്പുറത്തും നിന്നുകൊണ്ടുള്ള പടനീക്കങ്ങൾ, അണിയറ നീക്കങ്ങൾ ശക്തമാണ്. KA ഇസ്മായിലിന്റെ ഇന്നലത്തെ സമൂഹമാധ്യമ കുറിപ്പ് കാനം വിരുദ്ധർക്കുള്ള ആഹ്വാനവും കൂടിയാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ സംഭവിച്ചതിന്റെ തുടർച്ചയായി ബിനോയിയുടെ ശൈലിക്കെതിരായുള്ള വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിലും ഉയരും. അതുവഴി ബിനോയിയെ സമ്മർദ്ദത്തിലാക്കാനാണ് നീക്കം. കൊല്ലം, തിരുവനന്തപുരം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നാണ് എതിർശബ്ദം ഉയരാനിട. ബിനോയ്ക്ക് പകരം K പ്രകാശ് ബാബു സെക്രട്ടറി സ്ഥാനത്ത് വരണമെന്ന അഭിപ്രായം അടുപ്പക്കാരുടെ ഇസ്മായിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും മത്സരം സംഘടിപ്പിച്ച് സമ്മേളനം പ്രതിസന്ധിയിലാക്കാൻ താനില്ലെന്നാണ് പ്രകാശ് ബാബുവിന്റെ നിലപാട്. കേന്ദ്ര കോട്ട എന്ന നിലയിൽ എത്ര പേരെ നിശ്ചയിക്കാമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് നേരിട്ട് തീരുമാനിക്കാമെങ്കിലും ബഹുമതി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ ജില്ലാ ഡെലിഗേഷനുകൾ ചേർന്ന് തെരഞ്ഞെടുക്കുന്ന രീതിയാണ് CPIയിലുള്ളത്. സമാപന ദിനം ഇതിനായി ജില്ലാ പ്രതിനിധി സംഘങ്ങൾ ചേരുമ്പോൾ നാടകീയതകൾ സംഭവിക്കാം. കേന്ദ്ര കോട്ടയുടെ എണ്ണം അപ്പോൾ കൂടുതൽ പ്രസക്തമാകുകയും ചെയ്യും. ആലപ്പുഴയിൽ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കൗൺസിലിന്റെ ഘടന പാർട്ടിയുടെ പുതിയ ശാക്തിക ബലാബലങ്ങളുടെ ചൂണ്ടുപലകയുമാകും. തൃശൂർ അന്തിക്കാട് തോർത്തിൽ കരിക്ക് കെട്ടി ലോക്കപ്പിൽ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ 1 വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ലെന്നാണ് പരാതി. വാരിയല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചതിനാൽ ജോലി ചെയ്യാനാവുന്നില്ലെന്ന് കാണിച്ച് കുന്നത്തങ്ങാടി വടക്കുന്തല VK സുനിൽകുമാർ 52 അന്തിക്കാട് പോലീസിനെ പുഞ്ഞത്തിൽ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ് പരാതി. പഴയ സ്റ്റേഷൻ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിനാൽ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ക്യാമറ പരിശോധിച്ചാൽ കാണാമെന്ന് സുനിൽകുമാർ പറയുന്നു. സംഭവത്തെക്കുറിച്ച് പരാതിക്കാരൻ പറയുന്നതിങ്ങനെ: 2024 മെയ് 9 രാത്രി നമ്പോർക്കാവ് പൂരത്തിന്റെ ഗാനമേളയ്ക്കിടയിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ എന്റെ സഹോദരിയുടെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അന്വേഷിച്ചു ചെന്നതാണ് ഞാൻ. എന്റെ സഹോദരിയുടെ മകനെ അവിടെ വെച്ച് ഗ്രേഡ് SI ചവിട്ടി വീഴ്ത്തി. ഞാനടക്കം 4 പേരെ കൊണ്ടുപോയി സെല്ലിലിരുത്തി. പിന്നീട് ചായ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പഴയ സ്റ്റേഷൻ കെട്ടിടത്തിൽ കൊണ്ടുപോയി ഇൻസ്പെക്ടറും സിവിൽ പോലീസ് ഓഫീസറും ചേർന്ന് തുണിയിൽ കരിക്ക് കെട്ടി അടിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡ്രൈവറായ തനിക്കിപ്പോൾ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സുനിൽകുമാർ പറഞ്ഞു. കോട്ടയം സംസ്ഥാനത്ത് നിന്ന് 2 വർഷത്തിനിടെ മോഷണം പോയ 55,511 മൊബൈൽ ഫോണുകൾ കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി പോർട്ടൽ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തു. 37,228 മൊബൈൽ ഫോണുകളുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ കണ്ടെത്തിയ 9,268 ഫോണുകൾ ഉടമകൾക്ക് കൈമാറി. 11,015 ഫോണുകളെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല.
CEIR സൈറ്റിൽ നഷ്ടപ്പെട്ട ഫോണിൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡിന്റെ നമ്പറുകളും IMEI നമ്പർ, കമ്പനി, വില തുടങ്ങിയ വിവരങ്ങളും നൽകുന്നതോടെ ഫോൺ ബ്ലോക്കാകും. ഈ ഫോൺ പിന്നീട് കവർച്ചക്കാർക്ക് ഉപയോഗിക്കാനാവില്ല. ഫോണിലെ സിം മാറ്റിയിട്ടാലും വിളിക്കാനോ മറ്റു ഉപയോഗങ്ങൾക്കോ പറ്റില്ല. ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം, തീയതി, സംസ്ഥാനം, ജില്ല, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ വിവരങ്ങൾക്ക് പുറമെ സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ലഭിക്കുന്ന നമ്പറും പരാതിയുടെ പകർപ്പും ഫോൺ ഉടമയുടെ വിലാസവും തിരിച്ചറിയൽ രേഖയും പോർട്ടലിൽ നൽകണം. നഷ്ടപ്പെട്ട ഫോണിൽ മറ്റൊരു സിം കാർഡ് ഇട്ടാലുടൻ ഫോണിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ പോർട്ടലിൽ ലഭിക്കുകയും ഈ വിവരം പരാതി നൽകിയ സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്യും. തുടർന്ന് സൈബർ പോലീസിന് മോഷ്ടാവിന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഉപയോഗിക്കുന്ന സിം കാർഡിന്റെ നമ്പർ മനസ്സിലാക്കാനും കഴിയും. തൃക്കൊടിത്താനം സ്റ്റേഷനിലെ SHO ബൂട്ടിട്ട് ചവിട്ടിയതോടെ കാലിലെ 2 വിരലുകൾ നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി തെങ്ങന കിഴക്കേപ്പുറത്ത് ബിജു തോമസ് 58 എന്നിവരാണ്. ഈ വർഷം ഏപ്രിലിലായിരുന്നു സംഭവം. 2 ആശുപത്രികളും ചികിത്സിച്ചെങ്കിലും 4 മാസം കാൽ നിലത്ത് കുത്താൻ കഴിയാതെ കിടക്കയിലായിരുന്നു എന്ന് ബിജു പറയുന്നു. ചെയ്ത ജോലിയുടെ കൂലി കിട്ടാതെ വന്നപ്പോൾ പരാതി നൽകിയത് ഞാനാണ്. സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ഒത്തുതീർപ്പിന് വഴങ്ങാതെ വന്നതോടെ SHO വിരൽ ചുരുട്ടി വയറിൽ കുത്തി. ബൂട്ടിട്ട കാലുകൾ കൊണ്ട് കാലിൽ ചവിട്ടി പിടിച്ചു, നെഞ്ചിലിടിച്ചു. വീഴാൻ പോയപ്പോൾ സിവിൽ പോലീസ് ഓഫീസർമാർ താങ്ങിപ്പിടിച്ചു. എന്നിട്ടും കാലിൽ നിന്ന് ബൂട്ട് മാറ്റിയില്ല. അന്ന് രാത്രി തന്നെ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോയി. കാലിന്റെ പുറത്ത് മുറിവില്ലാത്തതിനാൽ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു. ജോലിക്കായി അടുത്ത ദിവസം ബംഗളൂരുവിൽ എത്തിയപ്പോൾ കാലിന് വേദന കൂടി. വിരലിലേക്കുള്ള രക്തയോട്ടം നിലച്ചതായി പരിശോധനയിൽ കണ്ടു. അണുബാധയായപ്പോൾ ഒരു വിരൽ മുറിച്ചുമാറ്റി. 16 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി. പിന്നീട് 2ാമത്തെ വിരലും മുറിച്ചുമാറ്റി. എന്റെ കുടുംബത്തെ കരുതി ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകാൻ പോയില്ല എന്ന് ബിജു പറയുന്നു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഒരു ദിവസം മുഴുവൻ മർദ്ദിച്ചുവെന്ന് പോലീസിനെതിരെ പരാതി. ഏറ്റുമാനൂർ പുന്നത്തറ വെസ്റ്റ് കുട്ടിക്കാട്ട് KS സംഗീത് 46 എന്നിവനാണ് ഏറ്റുമാനൂർ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകിയത്. വ്യാപാരിയായ സംഗീതിന് ഏറ്റുമാനൂരിലെ ഒരു സിനിമാ തിയേറ്റർ നടത്തികാരുമായി കേസ് നിലവിലുണ്ട്. തിയേറ്റർ ഉടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് സംഗീത് പറയുന്നത്. ഭക്ഷണമോ വെള്ളമോ നൽകാതെ മർദ്ദിച്ചു. മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല. 24 മണിക്കൂറിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പോലീസ് മർദ്ദിച്ച വിവരം കോടതിയെ അറിയിച്ചിരുന്നുവെന്നും ബ്ലഡ് ഷുഗർ കൂടി 4 ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും സംഗീത് പറയുന്നു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതങ്ങളാണെന്നും സംഗീതിനെതിരെ 15 ക്രിമിനൽ കേസുകളുണ്ടെന്നും കരുതൽ തടങ്കലിൽ കസ്റ്റഡിയിലെടുത്തതാണെന്നും ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു.